ഹലോ, പാലക്കാട് ഫെസ്റ്റിൽ DJ അമ്യൂസ്മെന്റ്സ് ഒരുക്കിയിട്ടുള്ള ഗുണ കേവിന്റെ മുമ്പിലാണ് ഞാനുള്ളത്. ഡിസംബർ 13-നായിരുന്നു ഉദ്ഘാടനം. യഥാർത്ഥ ജീവിതത്തിലെ മഞ്ഞുമൽ ബോയ്സ് ആണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. റിയൽ ഹീറോസിനെ നേരിട്ട് കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് എനിക്ക് വരാൻ കഴിഞ്ഞില്ല. കുഴപ്പമില്ല. ഗുണ കേവിലെ റിയൽ ഹീറോസ് ഫേസ് ചെയ്ത മറക്കാത്ത ഓർമ്മകൾ നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാം. കമലഹാസൻ അഭിനയിച്ച ഗുണ ഫിലിമിന് ശേഷം മലയാളത്തിലെ മഞ്ഞുമൽ ബോയ്സ് നമ്മുടെ ഇടയിൽ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞുമൽ ബോയ്സ് കണ്ട ഓരോരുത്തർക്കും തോന്നിയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഒരിക്കലെങ്കിലും ഗുണ കേവ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളത്. ഇപ്പോഴത്തെ നമുക്ക് ഗുണ കേവ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ്. മഞ്ഞുമൽ ബോയ്സ് സ്റ്റോറീസ് റിലേറ്റഡ് ആയിട്ടുള്ള അവതരണങ്ങളാണ് നമുക്ക് ഗുണ കേവിൽ കാണാൻ കഴിയുന്നത്. അപ്പൊ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. സത്യത്തില് സുഭാഷിനെയും കുട്ടേട്ടനെയും അവരെങ്ങനെ റീക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഗുണ കേവ് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാണാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. ഇവിടെ നമുക്ക് ഗുണ കേവിന്റെ വിശദമായിട്ടുള്ള ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ട്. ഗുണ കേവിലെ യഥാർത്ഥ നായകന്മാരുടെ ഫോട്ടോസ് ഇവിടെ ഉണ്ട്. അപ്പൊ എല്ലാവരെയും DJ അമ്യൂസ്മെന്റ്സിന്റെ ഗുണ കേവിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. നമുക്ക് ടിക്കറ്റിന് 120 രൂപയാണ്. 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട. ഒരുപാട് ടിക്കറ്റ് കൗണ്ടേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടേണ്ടി വരില്ല. അപ്പൊ നമുക്ക് കയറിയാലോ. ഒരു മ്യൂസിക് ഒക്കെ ആവാലേ. നൈറ്റ് വ്യൂ ഭയങ്കര രസമാണ്. ലൈറ്റ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറാണ്. പുറമോടിയൊക്കെ കാണുമ്പോൾ ഉള്ളിൽ എന്തായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷയുണ്ട്. ഒരു ഫോറസ്റ്റ് ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് മൃഗങ്ങളും പക്ഷികളും അതുപോലെ തന്നെ പാറകളും വള്ളിപ്പടർപ്പുകളൊക്കെ ആയിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ കാട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ പാറകളും അതുകൂടെ വള്ളിപ്പടർപ്പുകളൊക്കെ ആയിട്ട് കാണില്ലേ, അതുപോലെ തന്നെ നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഈ പാറകളിലൊക്കെ ഉണങ്ങി നിൽക്കുന്ന പൂപ്പലുകൾ ഉണ്ടാവില്ലേ, അതുപോലും നമുക്ക് തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ തരിതരിയായിട്ട് കാണാം. ഇപ്പൊ സമയം 7:30 ആയിട്ടുണ്ട്. നിറയെ ആൾക്കാർ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിറയെ കാറുകളും ബൈക്കുകളും കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം എത്രത്തോളം ആകാംക്ഷയിലാണ് ആൾക്കാരൊക്കെ വന്നിരിക്കുന്നതെന്ന്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ കാട്ടിലൂടെ പോണൊരു ഫീലാണ്. അതിനനുസരിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടി ആകുമ്പോൾ പെർഫെക്റ്റ്. ഈ മോളിനെ തന്നെ വിളിച്ചു അതെയും താണ്ടി മഞ്ഞുമൽ ബോയ്സിൽ കണ്ടിട്ടുള്ളത് പോലെ തന്നെ ഗുണ കേവിൻ്റെ ഒരു സെറ്റപ്പ് ഒക്കെ വരുത്താൻ വേണ്ടിയിട്ട് അവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ട ഡയലോഗുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദേ നമ്മുടെ സുഭാഷ് കേവിൻ്റെ ഉള്ളിൽ തൂങ്ങിക്കിടക്കുന്നു. കുട്ടേട്ടൻ സ്പോട്ടഡ്. കൊള്ളാം, നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ തന്നെ മഞ്ഞുമൽ ബോയ്സിലെ ആ സീൻസൊക്കെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരും. ഇതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള പോർഷൻ.
உண்மையான பேர் என்ன தெரியுமா? டெவில்ஸ் கிச்சன். சாத்தானின் அடுக்களை. ഇതുപോലൊരു സീൻ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് സിനിമയിലുണ്ടോ? പക്ഷെ ഒരു ഗുഹയല്ലേ, നിധിയൊക്കെ ഉണ്ടാവാലോ. ഒരു ഗുഹയൊക്കെ അല്ലേ കിടക്കട്ടെ എന്ന്. ആക്ച്വലി ഇതൊരു സെൽഫി സ്പോട്ടാണ്. നമുക്ക് ഫോട്ടോസും വീഡിയോസ് എല്ലാം എടുക്കാം. മേലെ അമ്പിളിമാമനൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഗുഹേൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ആകാശം കാണണ്ടേ. ശരിക്കും ഒരു ഗുഹയിൽ കാണുന്നത് പോലെ റൈറ്റിങ്സും വള്ളിപ്പടർപ്പുകളൊക്കെ ആയിട്ട് ഒറിജിനൽ ഫീലിംഗ് കിട്ടുന്നുണ്ട്. എന്തായിരിക്കും അടുത്ത സർപ്രൈസ് എന്ന് ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കുമ്പോൾ ഈ അടുത്ത സർപ്രൈസ് ശരിക്കും ഡെവിൾസ് കിച്ചൺ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും അല്ലേ. നമ്മൾ ന്യൂസ് പേപ്പറിലും മാഗസിനിലും മഞ്ഞുമൽ ബോയ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസിലും എല്ലാം ഇതുപോലെ ഡെവിൾസ് കിച്ചനെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവാം. ഗുണ കേവിൽ പെട്ട് മരിച്ചവരുടെ എല്ലാം ഡെഡ് ബോഡീസ് അവിടെ തന്നെ കിടക്കുകയാണെന്നല്ലേ പറയുന്നുണ്ടായിരുന്നത്. ഇതൊരു നല്ല പ്രസൻറ്റേഷനാണ്. ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് ഒരു കാടിൻ്റെയൊക്കെ ഒരു ഫീല് തരുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ പുലിയുണ്ട്. അതുപോലെ തന്നെ ഒരു ഗുഹയിലൊക്കെ ഇരുന്നിട്ട് കമലഹാസനും നായികയെല്ലാം പാട്ട് പാടുന്നൊരു സീനൊക്കെ ഉണ്ടല്ലോ. ഇവിടെ നമുക്ക് കാട്ടിനുള്ളിലൂടെ ഒഴുകുന്ന ഒരു നീർച്ചാലും അതുപോലെ തന്നെ ഒരു തടാകവും ചെറിയൊരു സെൽഫി സ്പോട്ട് വ്യൂ പോയിന്റ് ഒക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷനും എല്ലാം ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെ കുറച്ചു നേരം നോക്കി നിൽക്കുമ്പോൾ കുറച്ച് റിലാക്സ്ഡ് ഫീലിംഗ് ആണ്. ചെടികളുടെയൊക്കെ ഇടയിൽ ഇങ്ങനെ പാറക്കെട്ടുകളുടെയൊക്കെ ഇടയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ശരിക്കും നമ്മൾ കാട്ടിലൊക്കെ പോയിട്ട് കുറച്ച് നേരം ഇരിക്കുന്നൊരു ഫീല് കിട്ടുന്നുള്ളതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു ഫീല് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആനയില്ലാത്ത കാടോ? നമ്മളൊരു കാടൊക്കെ ആകുമ്പോൾ ഒരു ഓളത്തിന് ഒരു ആനയൊക്കെ വേണം. അങ്ങനെ ഒരു ആനയുണ്ട് ഇവിടെ. എല്ലായിടത്തും നമുക്ക് ഒരു സെൽഫി സ്പോട്ട് ഉണ്ട് കേട്ടോ. നമുക്ക് കുറച്ചൊരു ഇരുന്ന് എൻജോയ് ചെയ്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. ഈ ഒരു ഏരിയയിൽ നിറയെ വള്ളിപ്പടർപ്പുകളൊക്കെ ആയിട്ട് ഒരു കാടിൻ്റെ ഒരു നാച്ചുറൽ ഫീലിങ്സ് കൊണ്ടുവരാൻ ഒരു മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഗുണ കേവിൻ്റെ ഹിസ്റ്ററി എല്ലാം വിവരിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ നമുക്ക് ഗുണ കേവിൻ്റെയും ഗുണ കേവിലെ യഥാർത്ഥ ഹീറോസിൻ്റെയൊക്കെ ഫോട്ടോസ് ഉണ്ട്. ഇവിടെ ഒരു കുഞ്ഞു സുഭാഷ് മേലേക്ക് കയറാനുള്ള ശ്രമത്തിലാണ്. മേലി വലിച്ചു കയറ്റുന്നത് കുട്ടിയുടെ റിയൽ ഹീറോ ആയിട്ടുള്ള പപ്പ തന്നെയാണ്. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? അപ്പോൾ നിങ്ങൾക്കും വരുമ്പോൾ ഇതുപോലെയൊക്കെ ഇവിടെ പോസ് ചെയ്ത് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുക്കാം കേട്ടോ. உண்மையான பேர் என்ன தெரியுமா? டெவில்ஸ் கிச்சன். ഇതാണ് നമ്മുടെ ടോപ്പ് ഹൈലൈറ്റഡ് ഏരിയ. സുഭാഷ് പെട്ടു എന്ന് പറയുന്ന കേവ് ഗ്രില്ലിട്ട് അടച്ചിരിക്കുന്ന സീനാണിത്. ഒരു സത്യം കൂടി പറയട്ടെ, ഒരു സെക്കൻഡ് ഞാൻ അങ്ങോട്ടോ അങ്ങോട്ടോ മാറിയതാണെങ്കിൽ എന്റെ സെൽഫി സ്റ്റിക്കിന്റെ പോയിന്റ് ഇപ്പൊ സുഭാഷിനെ പോലെ പെട്ടേനെ. ഈ ഒരു ഭാഗത്തിന് നടുവിലായിട്ട് ഒരു മരം ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും മരം പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു സിംഹത്തിന്റെ തലയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് നല്ല യൂസ് ആയിരിക്കും. അടുത്തൊരു സെൽഫി സ്പോട്ടാണ്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് അടുത്ത പോർഷൻ ഏതാന്നുള്ളതിന്റെ ഒരു ക്ലൂ കൂടിയാണ്. അപ്പൊ നമുക്കൊരു ഫോട്ടോ എടുത്താലോ? ഇനി നമ്മൾ പോകുന്നത് സ്നോ വേൾഡിലേക്കാണ്. ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കോംബോയിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെയൊക്കെ.
വേൾഡിലെ കാഴ്ചകൾ കണ്ട് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. ഇനി നമുക്ക് മിറാക്കിൾ ഗാർഡൻ കണ്ടാലോ. നിറയെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ മിറാക്കിൾ ഗാർഡൻ. പല കളർ കോമ്പിനേഷനിൽ പല ഷേപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നിറയെ ആൾക്കാർ ഇവിടെ എൻജോയ് ചെയ്ത് ഫോട്ടോസ് എല്ലാം എടുക്കുന്നുണ്ട്. ചിലരൊക്കെ ഇത് റീൽസിനുള്ള സ്പോട്ടായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും വളരെ മനോഹരമായിട്ടാണ് ഈ ഫ്ലവേഴ്സ് എല്ലാം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഗാർഡനിൽ ഇരുന്നിട്ട് സ്നാക്സ് കഴിക്കണമെങ്കിൽ അടുത്ത് തന്നെ ഒരു പോപ്കോണിൻ്റെ ഒരു കൗണ്ടർ ഉണ്ട്. പോപ്കോൺ മാത്രമേ കിട്ടുള്ളൂ. 60 രൂപയാണ് അതിൻ്റെ റേറ്റ്. ഇതിൻ്റെ ഉള്ളിൽ നല്ല കൂളിംഗ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. ഇവിടെ ചൂട് പോപ്കോണൊക്കെ കഴിച്ച് കുറേ നേരം എൻ്റർടൈൻ ചെയ്യാം. ഫാമിലി ആയിട്ടൊക്കെ വരുന്നെങ്കിൽ, അതല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് കഥകളൊക്കെ പറഞ്ഞ് കുറേ നേരം ഇവിടെ എൻജോയ് ചെയ്യാം. ഇവിടെയുള്ളൊരു മരം കാണുമ്പോൾ എനിക്ക് എന്താ ഓർമ്മ വരുന്നതെന്ന് അറിയുമോ? നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ കഥകൾ പഠിച്ചിട്ടില്ലേ? പണ്ട് ഒരു വലിയ കാട്ടിൽ ഒരു വലിയ മരം ഉണ്ടായിരുന്നു. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. സമയം 9 മണിയായി. 9 മണി വരെയാണ് ഇവരുടെ എൻട്രൻസ്. ഏകദേശം 1.5 മണിക്കൂറിനടുത്ത് നമുക്ക് ചുറ്റിക്കാണാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓരോരുത്തരുടെ എൻജോയ്മെന്റിനനുസരിച്ചിരിക്കും സമയം. ഇപ്പൊ അങ്ങനെ പുറത്ത് കിടന്ന സ്ഥിതിക്ക് പുറത്ത് എന്തൊക്കെയാന്ന് നോക്കിയാലോ. ബുക്സ് ഉണ്ട്, അച്ചാറുകളുണ്ട്, ക്രിസ്മസ് ആയതുകൊണ്ട് സ്റ്റാർസും ഉണ്ട്. പിന്നെ നോർമൽ നമ്മൾ കാണുന്ന പോലെ തന്നെ ഫാൻസി ഐറ്റംസ്, അതുപോലെ തന്നെ സ്നാക്സ് ഐറ്റംസ്. അപ്പൊ നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചാലോ? അങ്ങനെ ഞങ്ങൾ തപ്പി നടന്ന് ഇവിടെയാണ് എത്തിപ്പെട്ടത്. അങ്ങനെ ഒരു മധുരമുള്ള ബേൽപൂരി കഴിക്കാൻ തീരുമാനിച്ചു. പുറത്ത് എൻ്റർടൈൻമെൻറ്റ് സോണാണ്. അത് കുട്ടികൾക്കുള്ളതുണ്ട്, മുതിർന്നവർക്കുള്ളതും ഉണ്ട്.
ഓരോരുത്തരുടെയും ചോയ്സ് അനുസരിച്ച് നമുക്കതിൽ കയറാം. ഇവിടെ ഗോസ്റ്റ് ഹൗസ് എന്നൊക്കെ എഴുതിയിട്ട് വമ്പൻ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, വെറുതെ കുട്ടികളെ പേടിപ്പിക്കാനായിട്ട്. ഇനി ഈ റൈഡിലൊന്നും കയറാത്തവർക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാം. ഓരോ റൈഡിലും കയറുന്നവർ വളരെയധികം എൻജോയ് ചെയ്തിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പം നമുക്കൊരു സന്തോഷമാണ്. നിറയെ പലതരം റൈഡുകളുണ്ട്. നമുക്ക് റേറ്റൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ കയറാം. ഈ ഹെലികോപ്റ്ററിൽ കയറാൻ 50 രൂപയാണ്. ഇതിൻ്റെ രൂപഭംഗിയൊക്കെ കാണുമ്പോൾ ആർക്കായാലും ഒന്ന് കയറാൻ തോന്നും. ഇനി കയറാൻ പറ്റിയില്ലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും ഒരു കുട്ടിയായി മാറും. എക്സിറ്റ് എത്തി. അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ ഗുണ കേവ് ഉണ്ട്. ഇതിന്റെ ഫ്രണ്ട് വ്യൂ വളരെ മനോഹരമായിട്ടുണ്ട്. ഇവിടെ ഗുണ കേവിന്റെ മുന്നിലായിട്ട് കാണുന്ന ഫെൻസ്, അത് അതിന്റെ രൂപവും കളറും എല്ലാം തന്നെ നമ്മൾ കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ കാണുന്നത് പോലെ തന്നെയുണ്ട്. അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള സമയമായി. ഇവിടെ കയറുന്ന സമയത്ത് 120 റുപ്പീസാണ് ചാർജ് എന്ന് പറഞ്ഞപ്പോൾ ഇത്തിരി കൂടുതലല്ലേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും ഇല്ല കേട്ടോ, നമുക്ക് ഉള്ളിൽ കുറേ കാണാനൊക്കെ ആയിട്ടുണ്ട്. നമ്മളത് എൻജോയ് ചെയ്യണം. നല്ല നിലാവുള്ള രാത്രിയാണ്. ഇവിടെ ലൈറ്റ്സ് അറേഞ്ച്മെന്റ് ഒന്നും ഇല്ലെങ്കിലും നല്ല വെട്ടവും വെളിച്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാനുള്ള സമയമായി. ദേ റോഡ് വ്യൂ കണ്ടില്ലേ, പൊളിയല്ലേ. ഇത് നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ കാണുന്ന വ്യൂ ആണ് കേട്ടോ. ഗുണ കേവിന്റെ ലൈറ്റ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ സെലിബ്രേഷൻ മോഡ് ഓൺ ആയതുപോലെ തോന്നില്ലേ. ഇനി ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ നമുക്ക് പൊളിക്കണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.